Hi everyone, welcome back to Kavita's Sugar and Spice. ഇന്ന് നമ്മൾ ഒരു ലെബനീസ് ഡെസേർട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേര് Layali Lubnan. അതിന്റെ അർത്ഥം ലെബനീസ് നൈറ്റ്സ് എന്നാണ്. പേര് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബേക്ക് ഒന്നും ചെയ്യേണ്ട, അടുപ്പിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. അപ്പം ഞാനിത് ആദ്യം ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോ കുട്ടികൾക്കോ ഫ്രണ്ട്സിനോ അവർക്ക് ആർക്കും പറയാൻ പറ്റിയില്ല ഇതിനകത്ത് എന്താണുള്ളതെന്ന്. അപ്പം അവർ പലതും ഗസ് ചെയ്തു, പക്ഷേ ഇതിനകത്തുള്ളത് മാത്രം ഗസ് ചെയ്തില്ല. അപ്പം വളരെ സിമ്പിളാണ് ഈ പറഞ്ഞ പോലെ. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാല്, എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇത് മിക്സ് ചെയ്യാം. ഞാൻ അടുപ്പ് ഇതുവരേക്കും ഓണാക്കിയിട്ടില്ല. ഇതൊക്കെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പഞ്ചസാര മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾക്ക് ഒരു 1/2 കപ്പ് റവയും കൂടി ഇതിലേക്ക് ഇടാം. വറുക്കാത്ത റവയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓണാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകണം. അപ്പോൾ നമ്മളിവിടെ തന്നെ നിന്ന് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിനെ മിക്സ് ചെയ്തെടുക്കണം. പാല് ഉള്ള കാരണം അടി പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പം ഞാനിത് കുറുക്കി തുടങ്ങുകയാണ്. ഇതിപ്പോൾ നല്ലോണം തളിച്ചിട്ടുണ്ട്. തീയൊന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിതിനെ തുടരെ ഇളക്കി കൊടുത്ത് തിക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതാ നല്ലോണം കുറുകി ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെനില എസൻസും 1 ടീസ്പൂൺ റോസ് എസൻസും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പിയിൽ ഓറഞ്ച് ബ്ലോസം അതിൻ്റെ എസൻസാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറേബ്യൻ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിന് നിങ്ങൾക്ക് റോസ് എസൻസ് യൂസ് ചെയ്യാം. ഇനി അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ആ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെനില ആക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാനിവിടെ തടവുന്നത്. ഓയിലായാലും മതി, ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ ഗ്ലാസ് പാത്രം എടുത്തിട്ട് ഇത് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ്ചറിനെ ഇതിലേക്ക് ഒഴിക്കും. ഇതിനി നന്നായി തണിയണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനെ. ഞാനൊരു റൂം ടെമ്പറേച്ചർ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. ഇതിനെ നമുക്കിനി ആ സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ ടിന്ന് ഒന്ന് തട്ടിക്കൊടുത്താൽ അതിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നല്ല ലെവലായിട്ട് നിന്നോളും. അതിനി റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തിട്ട് ഒരു 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിൻ്റെ പണി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഹോൾ മിൽക്ക് ഒഴിച്ച് അടുപ്പ് ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളയ്ക്കാനുള്ളൊരു ഭാവം ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് ക്രീം ചീസോ അല്ലെങ്കിൽ ക്രീം ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഖോയ ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക റൂം ടെമ്പറേച്ചർ ഉള്ളപ്പം. എന്നിട്ട് ഇതിനെ നമുക്ക് മെല്ലെ ഇതിൽ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇത് നല്ലോണം മിക്സായി കുറുകി പൊന്തി. ഇപ്പം ഞാനിപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ക്രീം ചീസൊക്കെ നന്നായി മിക്സായി. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇത് കോൺഫ്ലവർ അതിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ഒരിക്കലും ചൂടുള്ള എന്താ പറയുക ഡിഷിലേക്ക് നമ്മുടെ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കരുത്. അതൊന്ന് എപ്പോഴും ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചൂടുള്ളതിലേക്ക് നമ്മൾ നേരിട്ട് ആ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതവിടെ പോയി അപ്പം തന്നെ വെന്ത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ചിലപ്പം കട്ടയായി പോവും.
പിന്നെ നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എടുത്ത് കളയാനേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഞാനതൊരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ തന്നെ കട്ടിയായി, കണ്ടോ? അത്ര പെട്ടെന്ന് കട്ടിയാവും. ഞാൻ തീ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനൊരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി. ഞാൻ ഈ വിസ്ക് ഉപയോഗിച്ചത് അത് ക്രീം ചീസ് ഒന്ന് മെൽറ്റാവാൻ അതിലേക്ക് അലിയാൻ വേണ്ടിയിട്ടാണ്. സ്പൂൺ കൊണ്ടാകുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇങ്ങനെയായി. ഇതൊന്നും കൂടി കുറുക്കാം. നമുക്ക് ഈ ലെയർ അതിൻ്റെ മേലെ ഇടാനുള്ളതാണ്, നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഇതിനെ ആ കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യാം. ഞാനൊന്നും കൂടി ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. തീയൊന്ന് ലോയിലേക്ക് വെക്കുകയാണ്. തണിയുമ്പോൾ എന്തായാലും അത് കട്ടയാവും. അതായത് കുറുകിയായിരുന്നു, ബബിൾസൊക്കെ അങ്ങനെ വന്ന് തുടങ്ങി. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണിയണം. ഇത് തണിയാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോണത്, അപ്പോൾ അതൊക്കെ തണിയാൻ വെച്ചിരിക്കുകയാണ്. നമ്മളൊരു 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മളാകെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ പുഡിങ്ങിൽ നമ്മൾ അത്രയൊക്കെ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഈ സിറപ്പിൽ നിന്നാണ് നമുക്കതിന് കൂടുതൽ സ്വീറ്റ്നെസ് കിട്ടുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര തിക്കായിട്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം നന്നായി മിക്സായി. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി അങ്ങനെ കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് മധുരമൊക്കെ അതിലുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് എസൻസ് ചേർക്കാം. അത് അടുപ്പിൽ നിന്ന് മാറ്റാം. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീം. അത് നമുക്ക് നന്നായി വിപ്പ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം അത് അവൈലബിൾ അല്ലാന്ന്, അല്ലെങ്കിൽ വിപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സൗകര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റെപ്പില്ലേ ക്രീം ചീസ് ഇട്ടിട്ടുള്ളത്, അത് ഡബിൾ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തൽക്കാലം ഞാനിത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിംഗ് ആണ് ആക്കുന്നത്. ഞാനിതിപ്പോൾ നന്നായി വിപ്പായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് ഞാൻ ഇട്ടത്. സ്വതവേയുള്ള പഞ്ചസാരയാണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അതിൽ മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇത് നല്ലോണം തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഭയങ്കര തണുപ്പാവണ്ട കേട്ടോ, കാരണം അപ്പോൾ വല്ലാതെ കട്ടയിപ്പോവും. ഒരുവിധം ഒന്ന് സെറ്റായാൽ മതി. എന്നിട്ട് അതിനെയും ഇതിലേക്ക് ഈ വിപ്പ് ക്രീമും ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്പ് ക്രീമിൻ്റെ കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കേട്ടോ. ഇനി സ്പൂണിന് അല്ല സ്പാച്ചുലയ്ക്ക് പകരം ഇതുകൊണ്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെല്ലെ ചെയ്താൽ മതി, ജെൻറ്റിലായി മിക്സ് ചെയ്തെടുക്കാൻ. വിപ്പ് ക്രീം ആക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഉണ്ടാക്കിയ ആ സാധനം സെക്കൻഡ് ലെയർ നമ്മുടെ ക്രീം ചീസ് ഇട്ടുള്ളത് ഡബിൾ ചെയ്യുക. പക്ഷെ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിരിക്കും, പിന്നെ കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ആയിരിക്കും. അപ്പം നല്ല തരികളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പ്രോസസ്സ് കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. നമ്മുടെ വിപ്പിംഗ് വിസ്ക് വെച്ചിട്ട് മെഷീനിൽ കിച്ചൺ എയ്ഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് ഓവറൊക്കെ ആയിട്ട് ബീറ്റായി പോകും. അത് കാരണമാണ്. അപ്പം അത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കണ കാരണമാണ് ഇതിനെ തണിയാനായിട്ട് വെയിറ്റ് ചെയ്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മേലേക്ക് അതിനെ ചൂടോടെ തന്നെ ഒഴിക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ 1 മണിക്കൂർ വെച്ചു, നല്ല കട്ടയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ക്രീം ചീസും വിപ്പ് ക്രീമും ഒക്കെ ആയിട്ടുള്ള മിക്സ്ചറിനെ
ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മേലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നീറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കഴിയുന്നിടത്തോളം ഒരു സ്മൂത്ത് സർഫസ് ആക്കിയിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പിസ്റ്റാഷ്യോ ഇടാം. പിസ്റ്റാഷ്യോ ആണ് ഇതിന് കോമൺ ആയിട്ട് ഇടുക എപ്പോഴും. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൽമണ്ട്സോ അല്ല നട്ട്സ് ആൽമണ്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമുക്കത് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാനിത് ഇതിൻ്റെ ഈ കേക്കിൻ്റെ ഈ ടിന്നത് ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ പറ്റുന്ന ടിന്നല്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മെല്ലെ സ്ലൈഡ് ചെയ്ത് നമ്മളെടുത്തു. അപ്പോൾ അത് ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്കിത് മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു വട്ടത്തിലുള്ള പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഡിഷിലോ അങ്ങനെ ഏത് ഷേപ്പിൽ വേണിച്ചാൽ ഒഴിച്ചു വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുറിച്ചെടുത്താൽ മതി. ഫസ്റ്റ് പീസിന് മാത്രം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും മുറിച്ചെടുക്കാൻ എന്ന് മാത്രം. ഇതിപ്പോൾ കണ്ടു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയാണ്. ദേ കണ്ടില്ലേ, അത് നമ്മൾ മുറിച്ചെടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷുഗർ സിറപ്പ് ഓർമ്മയുണ്ടല്ലോ അല്ലേ, അത് ഇതിലേക്ക് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ അതിന് ശരിക്കുള്ള സ്വീറ്റ്നെസ് കിട്ടുള്ളൂ. കാരണം നമ്മൾ മിനിമം അല്ലേ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര. അപ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുക്കുക, ആ റോസ് ഫ്ലേവറൊക്കെ ആയിട്ട്. കാണുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ലയാലി ലുബ്നാൻ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.